ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ബറോസിൻ്റെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യ ദിനം 902 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,48,000 മുകളിൽ ആളുകൾ കണ്ടപ്പോൾ 59% ഓക്യുപ്പൻസിയിൽ വന്നത് 2,74,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതായത് ഒഫീഷ്യൽ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള തന്നെ കളക്ഷൻ പുറത്ത് വന്നപ്പോൾ 3,51,00,000 അടിവരയിട്ട് നോക്കിക്കോണം. 2,73,00,000 എന്നുള്ള സ്ഥലത്ത് ഫൈനൽ വന്നിരിക്കുന്നത് 3,51,00,000, അതായത് ഏകദേശം 70,00,000 രൂപ വർധനവാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് രണ്ടാം ദിനം ഡിസംബർ 26 ഇന്ന് പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എല്ലാ സിനിമകൾക്കും ഒരു കളക്ഷൻ ഇടിവാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും ആ ഒരു രീതിയിൽ ഇരിക്കുന്ന ദിവസമായതുകൊണ്ടായിരിക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് 700 മുകളിലുള്ള 708 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 54,000-ഓളം ആളുകൾ ഈ സിനിമ കണ്ടു. 29% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് 1,03,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം സിനിമയുടെ കളക്ഷനായി പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ 1,80,00,000 രൂപയോളമാണ് ഇതുവരെയുള്ള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ 2,73,00,000 രൂപ വന്നപ്പോൾ 74 കോടി വന്നപ്പോൾ നമുക്ക് 74,00,000 രൂപയോളമാണ് എക്സ്ട്രാ ആയിട്ട് ഫൈനൽ വന്നത്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1,50,00,000 രൂപയോളമായിരിക്കും, അല്ലെങ്കിൽ 1,46,000-നും 50,000-നും ഇടയിലായിരിക്കും എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. അങ്ങനെ വരുമ്പോൾ ഇന്നും 2.25 കോടിക്ക് മുകളിലായിരിക്കും ബറോസിൻ്റെ കളക്ഷൻ വരിക. ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന കളക്ഷൻ 3,72,00,000 രൂപയാണ്. അതായത് ഈ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി 5.5 കോടി 6 കോടിയിലേക്ക് സിനിമ എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. നമുക്ക് കാത്തിരിക്കാം. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 5.5 കോടിയാണ് സിനിമയ്ക്ക് ആദ്യ ദിനം വന്നത്. ഇന്നും സമാനമായ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ക്രിസ്മസിൻ്റെ ദിനം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കളക്ഷൻ ഇടിവ് തന്നെയുണ്ട്. അത് ബറോസിന് മാത്രമല്ല, മാർക്കോ തുടങ്ങിയ എല്ലാ ചിത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.